ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മെൻ ബൈ ജിയോമോർഫിക് പ്രോസസ്? ജിയോമോർഫിക് പ്രോസസ് പറഞ്ഞാൽ എന്താണ്? ജിയോമോർഫിക് ഏജൻസ് മൂലം, ജിയോമോർഫിക് ഏജൻസ് പറഞ്ഞാൽ വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, വേവ്സ് എന്നിവയൊക്കെയാണ്. ഇവ മൂലം എർത്തിലത്തെ ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ജിയോമോർഫിക് പ്രോസസ് is the process of the formation of different landforms on earth by geomorphic agents like running water, wind, glaciers and waves. Question: what is meant by geomorphic agents? Geomorphic agents പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിൽ കാണുന്ന ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ കാരണമാണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് പറഞ്ഞാൽ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, വേവ്സ് ഒക്കെ ഇവയുടെ മൂലമാണ് സർഫസിൽ ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസിനെയാണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഓൺ ദ എർത്ത് സർഫസ് ആർ ഫോം ത്രൂ ദ കണ്ടിന്യൂസ് പ്രോസസസ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് like running water, wind, glaciers and waves. These external forces are called geomorphic agents. Question: what are the classifications of prominent natural vegetation of North Indian Plain? North Indian Plain il കാണപ്പെടുന്ന natural vegetation il വരുന്ന ക്ലാസിഫിക്കേഷൻസുകൾ ഏതൊക്കെയാണ്? നോർത്തേൺ പ്ലെയിൻ, ഇന്ത്യൻ പ്ലെയിനകത്ത് കാണുന്ന പ്രൊമിനന്റ് ആയിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷൻസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദി ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, പിന്നെ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, പിന്നെ സ്വാം ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ പ്രൊമിനന്റ് നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആർ ദി ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, ദി ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്വാം ഫോറസ്റ്റ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ സുന്ദർബാൻസ്? സുന്ദർബാൻസ് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ് ബംഗാളിലുള്ള ഗംഗാ പ്ലെയിനകത്ത് കാണപ്പെടുന്ന എക്സ്പാൻസീവ് ആയിട്ടുള്ള ഡെൽറ്റയ്ക്കും അതുപോലെ തന്നെ മാർഷി റീജിയനുമാണ് സുന്ദർബാൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയ വന്നിട്ട് എപ്പോഴും വെറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദി മാർഷി ആൻഡ് എക്സ്പാൻസീവ് ഡെൽറ്റൈക് റീജിയൻ ഓഫ് ഗംഗാ പ്ലെയിൻ ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് കോൾഡ് സുന്ദർബാൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനകത്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പോഗ്രാഫിയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് പെരീനിയൽ റിവേഴ്സ് വളരെയധികം ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നല്ല ക്ലൈമറ്റും ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, presence of perennial rivers and favorable climate are significant features of the North Indian Plain. Question: what is meant by natural vegetation? Natural vegetation പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ കമ്മ്യൂണിറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. ഈ പ്ലാൻ കമ്മ്യൂണിറ്റി വന്നിട്ട് ലോങ് പീരീഡ് ആയിട്ട് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെയുള്ള സ്പീഷീസിനൊക്കെ ലോക്കൽ ക്ലൈമറ്റും അതുപോലെ സോയിൽ കണ്ടീഷൻസ് ഒക്കെ ഫുള്ളി അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Answer: natural vegetation refers to a plant community that have remained undisturbed for a long period, allowing their species to fully adapt to local climate and soil conditions. Question: what are the different seasons in the North Indian Plain? North Indian Plain il കാണപ്പെടുന്ന different seasons ഏതൊക്കെയാണ്? ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനകത്ത് മെയിൻ ആയിട്ട് 4 ഡിഫറെന്റ് സീസൺസ് ആണ് കാണപ്പെടുന്നത്. അതിൽ ആദ്യത്തെ വന്നിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, പിന്നെ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, പിന്നെ ഹോട്ട് വെതർ സീസണും കോൾഡ് വെതർ സീസണുകളാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ ഡിഫറെന്റ് സീസൺസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആർ കോൾഡ് വെതർ സീസൺ, ദി ഹോട്ട് വെതർ സീസൺ, ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, ദി നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ? വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ് നെയിം ഓഫ് ദിസ് പ്ലെയിൻ? ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓൾട്ടർനേറ്റീവ് നെയിം എന്താണ്?
ഇൻഡോ ഗാങ്ങറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫിസിക്കൽ ഡിവിഷൻ ആണ്. അതായത് നോർത്തേൺ മൗണ്ടൻസിന്റെ സൗത്തിലും അതുപോലെ തന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ നോർത്തിലുമാണ് ഇത് ലൈ ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, അതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: The Indo-Gangetic Brahmaputra Plain is a vast physical division that lies to the south of the northern mountains and to the north of the peninsular plateau. This is an extensive alluvial plain. This plain is also known as the North Indian Plain. Question: Name different regional divisions of the North Indian Plain. Based on what characteristics are these regional divisions made? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വരുന്ന റീജിയണൽ ഡിവിഷൻസുകൾ ഏതൊക്കെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റീജിയണൽ ഡിവിഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഡോ ഗാങ്ങറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിൽ കാണപ്പെടുന്ന 4 റീജിയണൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്, പിന്നെ ഗംഗാ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പിന്നെ വരുന്നത് രാജസ്ഥാൻ പ്ലെയിൻ ആണ്. അപ്പൊ അവിടെയുള്ള റിവർ സിസ്റ്റവും ഈ റിവേഴ്സിന്റെ ഫ്ലോ ഓഫ് ഡയറക്ഷനും അതുപോലെ തന്നെ ട്രോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റീജിയണൽ ഡിവിഷൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The Indo-Gangetic Brahmaputra Plain is divided into 4 regional divisions such as Rajasthan Plain, Punjab Haryana Plain, the Ganga Plain, and Brahmaputra Plain. This division is made based on the river system, direction of flow of rivers, and topographical features. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. താർ ഡെസേർട്ട് രാജസ്ഥാൻ പ്ലെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം താർ ഡെസേർട്ടിന്റെ 2/3 വന്നിട്ടാണ് രാജസ്ഥാനിൽ വരുന്നത്. ബാക്കിയുള്ള പാർട്സ് വന്നിട്ട് ഹരിയാനയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഗുജറാത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ താർ ഡെസേർട്ടിനെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്ച്വൽ ഡെസേർട്ട് ഏരിയയും പിന്നെ സെമി ഡെസേർട്ട് റീജിയനുമായിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Thar Desert is situated in the Rajasthan plain. 2/3 of the Thar Desert is situated in Rajasthan and the remaining in Haryana, Punjab and Gujarat. The Thar Desert is further divided into the actual desert area called Majstali, the semi-desert region called Rajasthan Baga. Question: What is an oxbow lake? Oxbow lake പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പിലൂടെ ഒഴുകുന്ന റിവേഴ്സ് വന്നിട്ട് അവിടെയുള്ള റിവർ ബെഡിന്റെ ഡെപ്പോസിറ്റ്സ് മൂലം സ്ലോപ്പ് ഒന്ന് ബെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് വന്നിട്ട് കേർവ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ കേർവ്സിന് നമ്മൾ മിയാൻഡേഴ്സ് എന്നാണ് പറയാം. പിന്നെ കാലങ്ങൾ പോകുന്നതോറും ഇറോഷനും അതുപോലെ ഡെപ്പോസിഷനും ഒക്കെ ഈ മിയാൻഡേഴ്സിനെ വൈഡൻ ചെയ്തിട്ട് അവിടെ ഒരു കേർവ് സെക്ഷൻ വന്നിട്ട് ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ് ആയിട്ട് മാറും. ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റഡ് വാട്ടർ ബോഡീസ് ആയിട്ട് അത് മാറും. ഇതിനെയാണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: എ റിവർ ഫ്ലോയിങ് ഓവർ ജെന്റിൽ സ്ലോപ്സ് ബെൻഡ്സ് ഡ്യൂ ടു ഡെപ്പോസിറ്റ്സ് ഇൻസൈഡ് ദ റിവർ ബെഡ് ക്രിയേറ്റിംഗ് കേർവ്സ് കോൾഡ് മിയാൻഡേഴ്സ്. ഓവർ ടൈം erosion and deposition widen the meanders and the river may straighten. This leaves the curved sections as isolated water bodies called oxbow lakes. Question: Describe the zone Barber. How is it formed? Barber zone കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയാം. ബാബർ എന്ന് പറയുന്നത് 8 മുതൽ 10 കിലോമീറ്റർ വൈഡിൽ റേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു നാരോ ബെൽറ്റ് ആണ്. ഇത് വന്നിട്ട് ശിവാലിക് മൗണ്ടൻ റേഞ്ചിന് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ശിവാലിക് മൗണ്ടൻസിന്റെ സൗത്തിലാണ് ലൈ ചെയ്യുന്നത്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ മൗണ്ടൻസിൽ നിന്നും ഒഴുകി വരുന്ന റിവേഴ്സ് വന്നിട്ട് റോക്സും മറ്റു സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സോൺ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Barber is a narrow belt ranging from 8 to 10 km wide that runs parallel to Shivalik mountain range. It lies to the south of the Shivalik mountains along the foothills. This zone is formed by rocks and boulders deposited by rivers
flowing from the mountains. Question: how is the expansive alluvial plains formed? Expansive alluvial plains എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് അവർ ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സ് വന്നിട്ട് സ്ട്രീമിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ സ്ട്രീമിൽ നിന്നും ലോ ലൈയിങ് ഏരിയാസിലോട്ട് ഈ സെഡിമെന്റ്സ് പോയി ഡെപ്പോസിറ്റ് ആവും. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഈ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ പെട്ടതാണ് ഈ എക്സ്പാൻസീവ് അലൂവിയൽ പ്ലെയിൻസും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: rivers originating from high altitudes transport sediments down the stream and deposit them in low-lying areas. Over time, the deposition of sediments by river creates numerous depositional landforms, including expansive alluvial plains. Question: what is ലൂ? ലൂ പറഞ്ഞാൽ എന്താണ്? രാജസ്ഥാനിലുള്ള ഡെസേർട്ട് റീജിയനിൽ നിന്നും ഗംഗാ പ്ലെയിനിലോട്ട് വീശുന്ന ഹോട്ടും ഡ്രൈയും ആയിട്ടുള്ള വിൻഡിനെയാണ് ലൂ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നമുക്ക് മെയ്യും ജൂണും മാസത്തിലാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ലൂ ഈസ് എ ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡ് ബ്ലോസ് ഫ്രം ദ ഡെസേർട്ട് റീജിയൻ ഓഫ് രാജസ്ഥാൻ to the Ganga plain in the months of May and June. This wind increases the temperature considerably in the North Indian plain. Question: what is meant by deposition? Deposition പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ പ്രോസസ്സ് മൂലം റോക്സ് എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സെഡിമെന്റ്സ് അല്ലെങ്കിൽ റോക്ക് മെറ്റീരിയൽസ് ആയിട്ട് ഫോം ചെയ്യും. അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻസ് വന്നിട്ട് ഈ സെഡിമെന്റ്സിനെയൊക്കെ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോ ലൈയിങ് റീജിയൻസിൽ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the sediments or rock materials are formed through the disintegration of rocks by various physical, chemical and biological processes. These sediments are transported by external forces or geomorphic agents from one place to another and deposited in low-lying regions. This process is called deposition. Question: describe the Punjab-Haryana plain. Punjab-Haryana plain ne kurichittu describe cheyuka. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ വെസ്റ്റേൺ പാർട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് വന്നിട്ട് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് പോലത്തെ സ്റ്റേറ്റ്സിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതുപോലെ സറ്റ്ലജ്, ജലം, ചെനാബ്, രവി, ബീസ് ഈ റിവേഴ്സ് മൂലം ക്യാരി ചെയ്ത് വന്ന സെഡിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് ഈ പഞ്ചാബ് പ്ലെയിന് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the Punjab-Haryana plain constitutes the western part of the North Indian plain. It is situated to the east and northeast of the Rajasthan plain with its eastern border as the Yamuna river. This plain extends over the states of Punjab, Haryana and Himachal Pradesh. The significant part of this region is the Punjab plain and is formed by the deposition of sediments carried by rivers Satluj, Jhelum, Chenab, Ravi and Beas. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ദ ഗംഗാ പ്ലെയിൻ. ഗംഗാ പ്ലെയിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഗംഗാ പ്ലെയിന് പഞ്ചാബ് ഹരിയാന പ്ലെയിനിന്റെ ഈസ്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത് ഈസ്റ്റിലുള്ള ബംഗ്ലാദേശ് മുതൽ വെസ്റ്റിലുള്ള യമുന റിവർ വരെയാണ്. അതുപോലെ ഈ ഒരു പ്ലെയിന് കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് പറയുന്നത് ഉത്തരാഖണ്ഡ്, ഹരിയാന, ഡൽഹി, വെസ്റ്റ് ബംഗാൾ എന്നിവയൊക്കെയാണ്. അതുപോലെ ഈ ഒരു പ്ലെയിന് ഫോം ചെയ്തിരിക്കുന്നത് ഗംഗ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും കൊണ്ടുവന്ന ഡിപ്പോസിഷണൽ പ്രോസസ് വഴിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ:
The Ganga plain situated to the east of the Punjab-Haryana plain. It stretches from Bangladesh in the east to the Yamuna river in the west. This plain covers the states Uttarakhand, Uttar Pradesh, Haryana, Delhi, and parts of Jharkhand and West Bengal. This plain is formed through the depositional processes by river Ganga and its tributaries. The average elevation of the Ganga plain is around 200 meters above mean sea level and shows a general slope towards the east and the southeast. Question: Explain the major features of Brahmaputra plain. Brahmaputra plain major features ne kurichittu explain cheyuka. ബ്രഹ്മപുത്ര പ്ലെയിൻ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടിലാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് ആസാമിലുള്ള ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് മുതൽ ബംഗ്ലാദേശ് ബോർഡറിലുള്ള ദുബ്രിയുടെ വെസ്റ്റ് വരെയാണ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ മേജർ പോർഷൻസും ആസാമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The Brahmaputra plain is the easternmost part of the North Indian plain. The Brahmaputra plain stretches from easternmost edge of Assam to the west of Dhubri near the Bangladesh border. The major portion of this plain is located in Assam. Geographically, this plain stands distinct and separate from the rest of the North Indian plain. Question: Describe the zone Tarai. Tarai zone കുറിച്ചിട്ട് describe ചെയ്യുക. ടറായ് പറയുന്നത് ഒരു മാർഷി ഏരിയ ആണ്. ഇത് വന്നിട്ട് 10 മുതൽ 20 കിലോമീറ്റർ വൈഡിലാണ് റേഞ്ച് ചെയ്ത് കിടക്കുന്നത്. ഈ പാബർ ബെൽറ്റിന്റെ പാരലൽ ആയിട്ടാണ് ഈ ടറായ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷനും അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റും കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The Tarai is a marshy and swampy tract ranging from 10 to 20 kilometer wide. It runs parallel to Babar Belt. The rivers that are not visible in Babar region re-emerge in this area. The Tarai has a luxurious growth of natural vegetation and serves as a habitat for varied wildlife. Question: What is mean by delta? Delta പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് വന്നിട്ട് പ്ലെയിൻസിലൂടെ അതിന്റെ റിവർ മൗത്തിൽ എത്തുന്ന സമയത്ത് ആ റിവറിന്റെ വെലോസിറ്റി ഡിക്രീസ് ആവും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് അതിനകത്തുള്ള വാട്ടറും അതുപോലെ സെഡിമെന്റ്സ് ഒക്കെ കൂടുതലാവുകയും ഈ റിവേഴ്സ് വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടറീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത സെഡിമെന്റ്സ് വന്നിട്ട് ട്രയാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ലാൻഡ് ഫോംസ് ആയിട്ട് ക്രിയേറ്റ് ആവും. അതെയാണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: When the river reaches the river mouth through the plains, the velocity of the river decreases. The volume of both water and sediments becomes high and rivers branch out into distributaries at this stage. The sediments gets deposited between these distributaries that forms a triangular shaped landforms called deltas. Question: What is arid soil? Arid soil പറഞ്ഞാൽ എന്താണ്? arid soil എന്ന് പറയുന്നത് രാജസ്ഥാനിലും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുള്ള വെസ്റ്റേൺ പാർട്സിലും കാണാൻ കഴിയുന്ന സോയിലാണ്. ഈ സോയിൽ വന്നിട്ട് വളരെ സാൻഡിയും അതുപോലെ സലൈൻ ഇൻ നേച്ചറും ആയിരിക്കും. അതുപോലെ ഈ സോയിലിനകത്ത് ഹ്യൂമസും മോയ്സ്ചറൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Arid soil is the soil extensively found in Rajasthan and the western parts of the North Indian plain. This soil is sandy and saline in nature. The presence of humus and moisture is less in this soil. Irrigation support is needed to grow plants in arid soil. Question: Write a short note on saline soil. Saline soil ne kurichittu oru short note എഴുതാം. ഇപ്പൊ സലൈൻ സോയിൽ വന്നിട്ട് സുന്ദർബാൻസ് ഡെൽറ്റ റീജിയനിലാണ് കാണപ്പെടുന്നത്. ഈ സോയിൽ വന്നിട്ട് സോൾട്ടിന്റെ എമൗണ്ട് വളരെ അധികമാണ്. അതേപോലെ തന്നെ സാൻഡും ലോമും കലർന്നതാണ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Saline soil has higher amount of salt and is found in the Sundarbans Delta region. Saline soil consists of sand and loam. Seawater intrusions into the deltas cause the formation of saline water. Question: What is doab? What are the major doabs of Punjab Haryana plain? Doabs പറഞ്ഞാൽ എന്താണ്?
പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ കാണപ്പെടുന്ന മേജർ ഡ്വാപ്സ് ഏതൊക്കെയാണ്? രണ്ട് റിവേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ലാൻഡിനെയാണ് ദ്വാബ് പറയുന്നത്. ഈ റിവേഴ്സ് പിന്നീട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ കാണപ്പെടുന്ന 5 മേജർ ആയിട്ടുള്ള ദ്വാബ്സ് എന്ന് പറയുന്നത് ബിസ്റ്റ് ജലന്ധർ ദ്വാബ്, അതുപോലെ ബാരി ദ്വാബ്, ചച്ച് ദ്വാബ്, സിന്ധ് സാഗർ ദ്വാബ്, പിന്നെ രാജ്ന ദ്വാബ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Doab is a land lying between two rivers that join together later. There are 5 major doabs for Punjab Haryana plain. Bist Jalandhar Doab, land between the rivers Beas and Satluj. Bari Doab, land between the rivers Beas and Ravi. Rajna Doab, land between the rivers Ravi and Chenab. Chach Doab, land between the rivers Chenab and Jhelum. Sindh Sagar Doab, land between the rivers Indus and Jhelum Chenab. Question: What are the classifications of tropical deciduous forest? Describe. Tropical deciduous forest വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. രണ്ട് ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റും പിന്നെ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും ആണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ വരുന്ന ഏരിയാസിലാണ് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ കാണാൻ കഴിയുന്നത്. അത് അതേസമയം ഉത്തർപ്രദേശ്, ബീഹാറിലൊക്കെയാണ് ഈ ഒരു ഫോറസ്റ്റ് മെയിൻ ആയിട്ട് കാണുന്നത്. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് വന്നിട്ട് മോഡറേറ്റ് റെയിൻഫാൾ കിട്ടുന്ന ഏരിയാസിലാണ് കാണപ്പെടുന്നത്. അതായത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ശിവാലിക് റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ഫോറസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: 2 types of tropical deciduous forest are dry deciduous forest found in Peninsular Plateau, areas with annual rainfall ranges between 70 to 100 centimeter. Trees shed their leaves for approximately 6 to 8 weeks in the dry season when sufficient moisture is not available. The dry deciduous forests are found mainly in Uttar Pradesh and Bihar. Moist deciduous forest found in areas with moderate rainfall ranging 100 to 200 centimeter per year. These forests are mainly seen in Odisha, West Bengal, along the Shivalik range as well as in the Tarai and Babar regions. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks ഉം നെയിം ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: The Indo-Gangetic Brahmaputra plain is also called as dash. ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ നമ്മൾ വേറെ ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് ഏതാണ്? ആൻസർ: ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അലൂവിയൽ പ്ലെയിൻ ഏതാണ്? ആൻസർ: ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Indo-Gangetic Brahmaputra plain extends from the mouth of river dash to the mouth of river Ganga. Indo-Gangetic Brahmaputra plain ഏത് റിവറിൽ നിന്നും ഏത് റിവർ, അതായത് റിവർ ഗംഗ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? ആൻസർ: ഇൻഡസ്. അത് ഇൻഡസ് റിവറിൽ നിന്നും ഗംഗ റിവർ വരെയാണ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Small streams of water originating from high altitudes is called dash. High altitudesൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന സ്മോൾ സ്ട്രീംസ് ഓഫ് വാട്ടറിനെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: rivulets. Question: Dash is a small shallow temporary channels with no defined banks. ചെറുതും അതുപോലെ തന്നെ ഷാലോ ആയിട്ടുള്ള ടെമ്പററി ചാനൽസ് എന്താണ്? ആൻസർ: rills. Next question: Rills join together to form dash. Rills join ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? ആൻസർ: streams. Next question: Dash develop through the merging of numerous streams. Numerous streams merge ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്? ആൻസർ: rivers. Next question: Rivers originating from the Himalayas are known as dash. ഹിമാലയാസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിന് എന്താണ് വിളിക്കാറ്? ആൻസർ: ഹിമാലയൻ റിവേഴ്സ്.
ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ പെനിൻസുലാർ പ്ലാറ്റ്യൂസ് ആർ നോൺ ആസ് ഡാഷ്. പെനിൻസുലാർ പ്ലാറ്റിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: പെനിൻസുലാർ റിവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡിന് എന്താണ് പറയുന്നത്? ആൻസർ: ദി രാജസ്ഥാൻ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ രാജസ്ഥാൻ പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് ഡാഷ് മൗണ്ടൻ റേഞ്ച്. ഏത് മൗണ്ടൻ റേഞ്ചിന്റെ വെസ്റ്റിലാണ് രാജസ്ഥാൻ പ്ലെയിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആൻസർ: ആരവല്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: rivers that flow only during certain seasons and not the whole year are known as dash. ഹോൾ ഇയറിലല്ലാതെ certain സീസൺസിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിന് എന്താണ് പറയാറ്? ആൻസർ: നോൺ പെരീനിയൽ റിവേഴ്സ്. ക്വസ്റ്റ്യൻ: ഡാഷ് റിവർ ഇൻ ദ രാജസ്ഥാൻ പ്ലെയിൻ is an example of നോൺ പെരീനിയൽ റിവർ. രാജസ്ഥാൻ പ്ലെയിനിലുള്ള ഏത് റിവറാണ് നോൺ പെരീനിയൽ റിവറിന് ഒരു എക്സാമ്പിൾ? ആൻസർ: ലൂണി. Next question. Etymologically, dash is known as the land of five rivers. Land of five rivers എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ: പഞ്ചാബ്. Next question. Eastern border of the Punjab Haryana plain is defined by river dash. പഞ്ചാബ് ഹരിയാന പ്ലെയിനിലുള്ള ഈസ്റ്റേൺ ബോർഡറിനെ നമ്മൾ ഏത് റിവർ വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആൻസർ: യമുന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A land lying between two rivers that join together later are called dash. രണ്ട് റിവേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ലാൻഡ് അത് പിന്നീട് ജോയിൻ ചെയ്യുന്നുണ്ട്, അതിനെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: ഡോആബ്. ക്വസ്റ്റ്യൻ: The plain situated to the east of Punjab Haryana plain is dash. പഞ്ചാബ് ഹരിയാന പ്ലെയിനിന്റെ ഈസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഏതാണ്? ആൻസർ: ദ ഗംഗ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The Ganga plain stretches from dash in the east to the Yamuna river in the west. ഗംഗ പ്ലെയിന് ഏത് മുതൽ ഏത് വരെയാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്? അപ്പോൾ യമുന റിവർ വരെ, വെസ്റ്റിലുള്ള യമുന റിവർ വരെയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് മുതലാണ് സ്ട്രെച്ച് ചെയ്യുന്നതാണ് ആൻസർ പറയേണ്ടത്? ആൻസർ: ബംഗ്ലാദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് പ്ലെയിൻ ഇസ് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടിൽ കിടക്കുന്ന പ്ലെയിൻ ഏതാണ്? ആൻസർ: ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The Brahmaputra plain stretches from the easternmost edge of Assam to the west of dash near the border of Bangladesh. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിന് ഏത് മുതൽ ഏത് വരെയാണ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ്? അപ്പോൾ ഇതിൽ വന്നിട്ട് ആസാമിലുള്ള ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് മുതൽ വേറെ ബംഗ്ലാദേശിലുള്ള ഏത് വരെയാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നു. ആൻസർ: ദുബ്രി. ക്വസ്റ്റ്യൻ: The major portion of the Brahmaputra plain is located in the dash state. ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ മേജർ പോർഷൻ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ: ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ലൈസ് ടു ദി വെസ്റ്റ് ഓഫ് ദി ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര പ്ലെയിനിന്റെ വെസ്റ്റിൽ ലൈ ചെയ്യുന്നത് ഏതാണ്? ആൻസർ: ദി ലോവർ ഗംഗ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The Brahmaputra plain is formed by the depositional process by the dash river and its tributaries. ഏത് റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും ഡിപ്പോസിഷണൽ പ്രോസസ് മൂലമാണ് ബ്രഹ്മപുത്ര പ്ലെയിന് ഫോം ചെയ്തിരിക്കുന്നത്. ആൻസർ: ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് സോയിൽ is found in the Sundarbans Delta region. സുന്ദർബാൻസ് ഡെൽറ്റ റീജിയനിൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ആൻസർ: സലൈൻ സോയിൽ. ക്വസ്റ്റ്യൻ: Saline soil is characterized by a higher amount of dash. Saline soil എന്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ആൻസർ: salt. Next question. Dash is the sinus curves formed when alluvial deposit obstruct the normal river flow. നോർമൽ റിവർ ഫ്ലോയിനെ അലൂവിയൽ ഡെപ്പോസിറ്റ് ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സൈനസ് കർവ് ഏതാണ്? ആൻസർ: മിയാൻഡേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ റിവർ ഫ്ലോയിങ് ഇൻ എ സൈനസ് മാനർ ഇസ് കോൾഡ് ഡാഷ്. ഒരു സൈനസ് മാനറിൽ ഫ്ലോ ചെയ്യുന്ന റിവറിനെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: റിവർ മിയാൻഡറിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ലക്ഷറീസ്ലി ഇൻ സുന്ദർബാൻസ് റീജിയൻ. സുന്ദർബാൻ റീജിയനിൽ ലക്ഷറീസ്ലായിട്ട് കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷൻ ഏതാണ്? ആൻസർ: മാൻഗ്രോവ്സ്. ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ വൈഡ് സ്പ്രെഡ് സോയിൽ സീൻ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന വൈഡ് സ്പ്രെഡ് സോയിൽ ഏതാണ്? ആൻസർ: അലൂവിയൽ സോയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
ഡാഷ് ക്രോപ്പിംഗ് സീസൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഏത് ക്രോപ്പിംഗ് സീസൺ ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഖാരിഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ക്രോപ്പിംഗ് സീസൺ സ്റ്റാർട്ട്സ് വെൻ ദ കോൾഡർ മന്ത്സ് ബിഗിൻ. ഏത് ക്രോപ്പിംഗ് സീസൺ ആണ് കോൾഡർ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗിൻ ചെയ്യുമ്പോൾ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻസർ റാബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ ദാറ്റ് കംസ് ആഫ്റ്റർ ദ കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ്. റാബി ക്രോപ്സിന്റെ കൾട്ടിവേഷന് ശേഷം വരുന്ന ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ ഏതാണ്? ആൻസർ സൈദ്. ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ മേജർ റിവേഴ്സ് ഫ്ലോ ത്രൂ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിലൂടെ ഒഴുകുന്ന മേജർ ആയിട്ടുള്ള റിവേഴ്സുകളിന് ഏതൊക്കെയാണ്? ആൻസർ ഗംഗ, യമുന ആൻഡ് ബെത്വ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ മേജർ സോൾട്ട് ലേക്സ് ഇൻ രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൽ വരുന്ന മേജർ ആയിട്ടുള്ള സോൾട്ട് ലേക്സ് ഏതൊക്കെയാണ്? ആൻസർ സംബ, ദിദ്വാന ആൻഡ് സർഗോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ സോയിൽ ടൈപ്സ് ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്? ആൻസർ അലൂവിയൽ സോയിൽ, റെഡ് സോയിൽ ആൻഡ് അരിഡ് സോയിൽ. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.